എൻ്റെ പേര് ഷൈനി. ഞാൻ എറണാകുളത്ത് കാക്കനാടിനടുത്ത് കങ്ങരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട് അവിടെയാണ്. ഞാൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ഞാൻ 2014 എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ അവിടെ സ്റ്റോർ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇവിടുത്തെ ഒരു ആത്മനാദം എന്ന് പറയുന്ന ഒരു പത്രം കാണാനിടയായത്. അതിലൂടെയാണ് ഞാൻ ഇവിടുത്തെ ഈ പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അറിയാൻ ഇടയായത്. അങ്ങനെ ഞാൻ അതിൽ കണ്ട് 2-3 ദിവസം എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പത്രം ഇങ്ങനെ സൂക്ഷിച്ചു. കുറച്ച് മാനസിക പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അങ്ങനെ ഞാനത് കണ്ട് ഞാനിങ്ങനെ ബ്രദറിനെ വിളിച്ചു. എനിക്ക് ആദ്യം വിളിച്ചപ്പോൾ ജോളി ചേച്ചിയാണ് ഫോൺ കിട്ടിയത്. അങ്ങനെ ഞാൻ സംസാരിച്ചു. തുടർന്ന് എന്നോട് ഇങ്ങനെ വെള്ളിയാഴ്ചകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ശനിയാഴ്ചകളിൽ പ്രാർത്ഥനയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അന്ന് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ ഭവനത്തിൻ്റെ മുകളിലത്തെ മുറിയിലായിരുന്നു പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ അതിനകത്ത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇടത് ബ്രസ്റ്റിന് ഒരു വേദനയും പ്രശ്നങ്ങളും എല്ലാം എനിക്ക് വന്നു. ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഇങ്ങനെ നടന്നു. അതും ഒരു ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം ഞാനിങ്ങനെ ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ എനിക്ക് കുറച്ച് വചനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അത് ജെറമിയ 14:14 ജെറമിയ 17:14 ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ അസുഖം ആണ് എന്ന് മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് ഓൺകോളജി എന്ന വാർഡിൻ്റെ ആ ഇത് കാണുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനാണല്ലോ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുള്ളൂ. അതിനുള്ളൊന്നും എൻ്റെ മനസ്സിന് യാതൊരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ വെച്ച് ഈ സംഭവം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ ഈ അസുഖമായിരുന്നു, മരിച്ചു. ഒത്തിരിയേറെ സാമ്പത്തിക പ്രശ്നങ്ങളിൽക്കൂടെ കടന്നുപോയി. അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നപ്പോഴും എനിക്ക് ഈ അസുഖമാണെന്ന് അറിഞ്ഞപ്പം പെട്ടെന്ന് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. ദൈവമേ, ഇനി എന്ത് ചെയ്യുന്നു? ഒന്നും വിൽക്കാനും പണയം വയ്ക്കാനും ഒന്നും ഇല്ലല്ലോ, ഇനി എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നൊരു പാട്ടാണ്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു. ഈ പാട്ട് പരിശുദ്ധാത്മാവാണ് എൻ്റെ മനസ്സിലേക്ക് തന്നത്. പക്ഷേ അത് പിന്നെ ഇങ്ങോട്ട് എനിക്ക് അത്ര പറഞ്ഞാലും ദൈവത്തെ സ്തുതിച്ചാലും മതിയാവില്ല. യാതൊരുവിധ സാമ്പത്തിക അലച്ചിലും ഇല്ലാതെ എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ ധൈര്യത്തോടു കൂടി പൂർത്തിയാക്കുവാനുള്ള കൃപ തന്നത് ബ്രദറിൻ്റെ പ്രാർത്ഥനയും വചനങ്ങളിൽ കൂടെയാണെന്ന് എനിക്ക് എവിടെയും പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അത്രയേ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ ഈ കൂട്ടായ്മയിൽ വരുന്ന അനേകർക്ക് ആത്മീയവും ഭൗതികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയെ ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും അനേകരെ ദൈവത്തിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുന്നതിനും ഈ ബ്രദറിനും ബ്രദർ ചെയ്യുന്ന ഈ ശുശ്രൂഷകൾക്കും ഇവിടെ വരുന്നവർക്കും അതിനുള്ള കരുണയും സഹായവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.